അപ്പോൾ ഞങ്ങൾ 3:30 റിസൾട്ട് മേടിച്ചു. ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറച്ച് നേരം തീറ്റിച്ചു. കാരണം നമ്മളായിട്ട് തന്നെയാണ് ഉണ്ണിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടോണോ നോക്കാനൊക്കെ ഞങ്ങൾ നോക്കിയത്. തൊത്തിനെ പിടിച്ച അവൾ കരയുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ദൃശ്യക്കാണെന്ന് ശരിക്കും ടെസ്റ്റുള്ള ദിവസം. പക്ഷെ ഞങ്ങളൊന്ന് നോക്കിയതാണ് ഉണ്ണിക്ക് മഞ്ഞ കളർ ഉണ്ടോ എന്നുള്ളത്. ഒരു ഡൗട്ട് തോന്നിയതാണ്. കാരണം ഉണ്ണി എപ്പോഴും കിടന്ന് ഉറങ്ങല്ലേ. പിന്നെ പെട്ടെന്ന് തന്നെ എണീക്കുമ്പോൾ ഒരു കണ്ണിലൊരു ചെറിയൊരു മഞ്ഞ കളർ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊന്ന് കാണിച്ചതെന്ന് മാത്രം. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോഴേ ഞങ്ങൾ ശരിക്കും ഒന്ന് ടെൻഷനായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കൾക്ക് അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ശരിക്കും പകുതി ജീവൻ കയ്യിൽ നിന്ന് പോകുന്നു പറഞ്ഞ പോലെ. ദൃശ്യം ഓഫായി, ഞാനും ഓഫായി, എൻ്റെ മോളും ഓഫായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നമുക്കൊക്കെ എന്ത് സംഭവിച്ചോട്ടെ, നമ്മുടെ മക്കൾക്കൊന്നും വരാതിരുന്നാൽ മതി എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിലുള്ളത്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ കൊറോണേനൊന്നും നമുക്ക് പേടിയില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ പനി വീണ്ടും പിടിക്കാമെന്നൊക്കെ അറിയാൻ കേൾക്കുമ്പോഴേ ഭയങ്കര സങ്കടം തോന്നാം. അങ്ങനെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്. റിസൾട്ട് കിട്ടി. കറക്റ്റ് 3:30 റിസൾട്ട് മേടിച്ചു. ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ തന്നെ ആ ഡോക്ടറെ തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ട്. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് കാണിച്ച ഡോക്ടറെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. കാലത്ത് കണ്ടു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ ആ ഡോക്ടർ ആവില്ല. ഞങ്ങൾക്ക് അങ്ങനെ 3:30 ആകുമ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി. ഞങ്ങൾക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് ആ റിസൾട്ട് കിട്ടിയത് ജസ്റ്റ് ഞാൻ ഒന്ന് നോക്കിയിട്ട്, നമുക്ക് വലിയ അറിവുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ആ ഒരു റേഷ്യോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നി അത് വലിയ അലമ്പില്ല എന്ന് തോന്നി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഞാൻ ഉണ്ണീനെ എടുത്തു. ദൃശ്യത്തിൽ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി അതിൽ OP ടിക്കറ്റിൽ അങ്ങനെ വെട്ടി വീട്ടിലേക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഞാൻ ഉണ്ണിയുടെ മേത്തൊക്കെ ഇങ്ങനെ കുഞ്ഞ് ചൂടുകുരു പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അതൊക്കെ നോർമലായി വരുന്നതൊന്നും കുഴപ്പമില്ല, അത് ഈ തൊപ്പിയും ഇതൊക്കെ ഇടുന്നതിൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ ടൈം ഉണ്ണീനെ എപ്പോഴും ഇങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണല്ലോ നമ്മൾ ഡ്രസ്സുകളും. പിന്നെ 2 ഇതുണ്ടല്ലോ, ഇപ്പോൾ 2 ഡ്രസ്സ് ഇപ്പോൾ തന്നെ ഓൾറെഡി ടർക്കിയും ഇതൊക്കെ. ശരിക്കും അങ്ങനെ എപ്പോഴും ഉണ്ണീനെ പൊതിഞ്ഞ് വെക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ശരിക്കുള്ള അറിവ് നമുക്കറിയില്ല. ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ണിയുടെ തലയിലത്തെ തൊപ്പി മാറ്റി നോക്കിയപ്പോൾ ചെറിയ കുരുക്കളുണ്ട് തലയിൽ. പിന്നെ തലമുടിയൊക്കെ അങ്ങനെ ഒട്ടി വയർത്തിട്ട്. ശരിക്കും തുണി മാറ്റേണ്ട സമയമായോ തൊപ്പി ഇപ്പോഴും ഇട്ട് കൊടുക്കേണ്ട സമയമാണോ എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊന്ന് അറിവ് ഉള്ളവരൊന്ന് പറ്റിയെങ്കിൽ ഇതിന് അടിയിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട. കാരണം നമ്മുടെ വീട് ഓട് വീടാണ്. പിന്നെ തണുവുള്ള സമയത്ത് നമ്മളിപ്പോൾ നോർമലായിട്ട് എല്ലാവരും നമ്മൾ പൊതിയും, ഉണ്ണിനെ ടർക്കി കൊണ്ട് പൊതിയും. അല്ലാത്ത സമയത്ത് ചൂടുള്ള സമയത്ത് നമുക്ക് പൊതുവേ ചൂടുള്ള സമയങ്ങളിൽ ഉണ്ണികൾക്ക് ഈ ടർക്കിയും തൊപ്പിയും കംപ്ലീറ്റ് ഈ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ പുഴുക്കം കൂടിയിട്ട് ചൂടുകുരു വരും. ഇപ്പോൾ ഈ കാലിൻ്റെ അവിടെയും തുടരുടെ അവിടെയൊക്കെ ചെറിയ ചൂടുകുരുകളുണ്ട്. ഞങ്ങൾ ഓരോ ഈ തുണികളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റിസൾട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പകുതിയല്ല 3/4 ഭാഗം ആശ്വാസം. നമ്മൾ വീട്ടിലേക്ക് പോകണം. ഉണ്ണി ജനിച്ചിട്ട് ആദ്യത്തെ ഒരു ചെക്കപ്പാണ്. അപ്പോൾ അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വലിയൊരു സംതൃപ്തി. ആർക്കും, ഒരു കുട്ടികൾക്കും ഏത് മക്കൾക്കും ആർക്കായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത്. ഒപ്പം തന്നെ ഞങ്ങളുടെ നാട്ടിലെ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, നമ്മളെ ഒരുപാട് ചെറുപ്പം തൊട്ട് അറിയുന്ന ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു ചമ്പടച്ചുള്ളം ചേട്ടൻ. ഞാനിങ്ങനെ ഫേസ്ബുക്ക് കുറച്ച് നേരത്തെ അവിടെ അങ്ങനെ കോണിപ്പടിയിലിരുന്ന് നോക്കിയപ്പോൾ ആ ഫേസ്ബുക്കിൽ ആ ചേട്ടൻ്റെ ഫോട്ടോ വന്നപ്പോൾ ഞാൻ ടോപ്പിൽ ഹെഡിങ് ശരിക്കും ഞാൻ കണ്ടില്ല. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ദൃശ്യടുത്ത് പറഞ്ഞു, ദൃശ്യപ്പം ഉണ്ണിക്ക് പാല് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഈ ചേട്ടന് നല്ല കട്ട താടിയുണ്ട്, നല്ല കട്ട മുടിയുണ്ട്, നല്ല കട്ട താടിയുണ്ട്, നല്ല കട്ട മീശയുണ്ട്, പക്ഷേ തലയിൽ മുടിയില്ല, വിഗടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിച്ച് കുറച്ച് നേരം അത് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഓരോന്നാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഹെഡിങ് ക്യാപ്ഷൻ നോക്കിയപ്പോൾ ആദരാഞ്ജലികൾ എന്നാണ് കണ്ടത്. ആദരാഞ്ജലികൾ എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫുള്ള് വായിച്ച് നോക്കിയപ്പോൾ ആ ചേട്ടൻ ആക്സിഡൻ്റായിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു, മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് പിന്നീട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയുന്ന നമ്മളെ അത്രയും വേണ്ട നമ്മളൊരു ഫേസ്ബുക്കിലൊരു ഫോട്ടോ ഇട്ടാലും ആൾ കണ്ട് ലൈക്ക് അടിക്കുന്ന അങ്ങനത്തെ നമ്മുടെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു. തൃശ്ശൂർ ഫാഷൻ ജ്വല്ലറിന്ന് മറ്റേയാണ് എളനാട് ജ്വല്ലറിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളങ്ങനെ മരണപ്പെട്ട ഇതും കൂടി അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിയുടെ മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റും എഴുതി തന്നപ്പോൾ ഒക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു ഓഫ് ടൈം. അങ്ങനെ എളനാട് തൃക്കണായ ഭാഗത്ത് ഒരാളും കൂടി മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ എളനാടുള്ള ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ച് കണ്ടപ്പോൾ അയാളിങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ
ഈ ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പിടുത്തം വിട്ടാൽ മതി എന്നുള്ള ഒരു അവസ്ഥയാണ്. ആർക്കും ഒരിക്കലും ഹോസ്പിറ്റൽ കേസുകൾ വരാതിരിക്കട്ടെ. ഞങ്ങൾ ഇവിടുന്ന് പോവാണ് വീട്ടിലേക്ക്. ഓക്കെ, പോകുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. ഇല്ല പിന്നെ ശരി. ഇത് അത്താണിയിലാണ് കേട്ടോ നമ്മുടെ മെഡിക്കൽ കോളേജ് കണ്ടോ. പോകുന്ന ഇതാണ് ഓവർ ബ്രിഡ്ജ്, പാലം. ഈ പാലത്തിൻ്റെ അടിയിലുള്ള ഒരു കടയാണ് കേട്ടോ. നല്ലൊരു കടയാണ്. നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ചായ കുടിക്കുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുടിക്കാനാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോകും. ഇവിടുന്ന് ഈ വഴി കുറച്ച് ദൂരം പോയാൽ നമ്മുടെ വീടായിട്ടാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകണം കേട്ടോ വീട്ടിലേക്ക്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ കട. അടിപൊളി ചായയാണ് കേട്ടോ ഇവിടെ. ചായ അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ് അല്ലേ. ഞാൻ ഇടയ്ക്കിങ്ങനെ വന്ന് കഴിക്കാറുള്ള കട കേട്ടോ. അതിനുണ്ട് ചായ പൊളിയ ചായ അടിപൊളി ചായ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കും. സൂപ്പർ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇട്ടാം. വീട്ടിൽ പോയിട്ട് കുറേ പണികളുണ്ട്. വെള്ളം കൊണ്ടുവരണം, പിന്നീട് തുണികൾ തിരുമ്പണം, കറി വെക്കണം. പച്ച കാലത്ത് ചോറൊക്കെ വെച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്ന കാരണം കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഇവിടുന്ന് ചോറ് കഴിച്ചു. ഇനി വൈകുന്നേരത്തേക്കുള്ള കറി എന്തെങ്കിലും ഞങ്ങൾ തട്ടിക്കൂട്ടി വെക്കും.